പന്തളം NSS കോളേജിലെ സംഘർഷത്തിൽ ABVP പ്രവർത്തകർക്കെതിരെ വധശ്രമമടക്കം ചുമത്തി കേസ്. 11 പേരാണ് പ്രതികൾ. ശ്രീകുമാരൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. എന്താണ് വിശദാംശങ്ങൾ? അതായത് ഇന്നലെയാണ് പന്തളം NSS കോളേജിൽ വലിയ തോതിലൊരു സംഘർഷം നടന്നത്. SFI ABVP സംഘർഷമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ പട്ടികയും അതുപോലെ തന്നെ മരവടികളും ഒക്കെയായി SFI പ്രവർത്തകരെ ABVP പ്രവർത്തകർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഇതിൽ അംഗപരിമിതനായ ഒരു വിദ്യാർത്ഥി യദു കൃഷ്ണൻ 2ാം വർഷ BA എക്കണോമിക്സ് വിദ്യാർത്ഥിയാണ്. അയാൾ ഈ കുട്ടിയുടെ മുതുകിനും അതുപോലെ തന്നെ കൈക്കുമടക്കം പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും പോലീസ് 11 പേർക്കെതിരായിട്ടാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ വധശ്രമം 308 അടക്കം ചുമത്തിയിട്ടുണ്ട്. ആ FIR-ന്റെ പകർപ്പാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ വകുപ്പുകൾ ചുമത്താനുള്ള സാധ്യതയും ഇതിനകം തന്നെ തള്ളിക്കളയുന്നില്ല. എന്തായാലും പോലീസ് ഈ 11 പ്രതികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിൽ 2ാം പ്രതിയായ ശ്രീനാഥ് എന്നയാളുടെ ഏഴംകുളത്തെ വീടിന് നേരെയാണ് ഇന്നലെ രാത്രിയോടുകൂടി ആക്രമണം നടന്നത്. സംഘപരിവാറിന്റെ കാര്യാലയത്തിന് നേരെയും സമാനമായ രീതിയിലുള്ള ആക്രമണം നടന്നു. എന്തായാലും പന്തളം NSS കോളേജിലെ സംഘർഷത്തിൽ ഇത്തരത്തിൽ വധശ്രമത്തിനടക്കം കേസ് ചുമത്തുമ്പോൾ എടുക്കുന്ന സമയത്ത് പുറത്തേക്കടക്കം സംഘർഷം വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് വേണു ഉള്ളത്. ഇന്ന് സംഘപരിവാർ സംഘടനകൾ വൈകുന്നേരം പന്തളം നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. ശരി, ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്നും വിശദാംശങ്ങളുമായി ചേർന്നത്.